പാർട്സ്. അതായത് ഇത് പ്രോപ്പറായിട്ട് എന്തൊരു അഡാപ്റ്റേഷനും ചേഞ്ചും പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ ഈ പറഞ്ഞ പോലെ സിവിക് സെൻസ്, റെസ്പോൺസിബിലിറ്റി, ആ ഒരു തോട്ട് വേണം, ആ ഒരു മൈൻഡ് സെറ്റ് വേണം. ആൾക്കാരിൽ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്. ഈ ഈ കൾച്ചർ എന്ന് പറയുന്നത് എന്താ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെയാണ്. കേരളത്തിലെ കൾച്ചർ എന്ന് പറയുന്നത് കേരളത്തിൽ മലയാളികളാണ് കേരളത്തിൻ്റെ കൾച്ചർ. വി ആർ ദ വൺ ഹൂ അപ്ഹോൾസ് ദീസ് കൾച്ചർ ആൻഡ് പ്രാക്ടീസ് ദീസ് തിങ്സ്. സോ ഇതിലൊരു ഒരു സൊസൈറ്റിയിൽ കൾച്ചർ ചേഞ്ച് വരണമെങ്കിൽ എല്ലാ ആൾക്കാരും അതിൽ വിശ്വസിക്കണം. എല്ലാ ആൾക്കാരും ഒരേപോലെ അതിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതായത് എല്ലാ ആൾക്കാരും അല്ല, ഭൂരിപക്ഷം ആൾക്കാരും. നീ ഇത് കേട്ടില്ലേ, ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ പാല് നാശം. ഇല്ല, ഇൻഫ്ലുവൻഷ്യൽ തിങ്. ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഒരാൾക്കൊരു ജനറേഷൻ വരെ ഇല്ലാണ്ടാക്കാനുള്ള ഇൻഫ്ലുവൻസസ്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. അതായത് ഇപ്പോൾ കാനഡയിൽ മജോറിറ്റി ആൾക്കാർ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, സിവിക് സെൻസ് അല്ലേ ചെയ്യുന്നത്. മൈനോറിറ്റി ആൾക്കാരല്ലേ അല്ലാത്ത രീതിയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ നടപ്പിലാവുന്നില്ല ഇവിടെ. സിവിക് സെൻസ് ഇവിടെ ഇംപ്ലിമെന്റബിൾ അല്ലേ. നാട്ടിൽ മജോറിറ്റി ആൾക്കാർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നീ ഒരൊറ്റ ഇൻസ്റ്റൻസ് ആണ് നീ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ടൈം പീരീഡിലേക്കുള്ള ഇതാ പറയുന്നത്. അതായത് അത് വളരെ സിമ്പിൾ ആസാണ്. ഓക്കെ, സോ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ 10% ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഈ 10%-ൽ 5% ആൾക്കാർ ഈവിൾ മൈൻഡഡ് ആണെന്ന് വിചാരിക്കുക, 5% ആൾക്കാർ പോസിറ്റീവ് മൈൻഡഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വെയിറ്റ് ചെയ്യേ, അല്ല ഞാൻ പറയണത്തേക്ക്. അപ്പോൾ ഇതിലത് മാനിപ്പുലേറ്റ്, ഈവിൾ മൈൻഡഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നവർ, അവരും റിസൾട്ട് കിട്ടും. അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അവർക്കും റിസൾട്ട് കിട്ടും. ഇവർ സമൂഹത്തിൻ്റെ അവരെ ഒറ്റ കൂട്ടത്തിലിടാണ്ട് രണ്ടറ്റത്തും ഇടും. ഇതിൽ ബാക്കിയുള്ള 90% ആൾക്കാരും ദേ ആർ ഫോളോവേഴ്സ് എന്ന് വിചാരിക്കുക. ഇതിൽ ഈ 5%-ന് ഈ പറയുന്ന ബാക്കി 90%-ൽ 45% കൂടുതൽ പെർസ്വേഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സമൂഹം വിൽ ബി ലീനിയന്റ് ടുവേർഡ്സ് ദാറ്റ് സൈഡ്. നോ, സി, നീ പറഞ്ഞ പോലെ കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. കൾച്ചറിന്റെ കേസ് ആയിട്ട് പറയുമ്പോഴല്ലേ, ഒന്ന് കൾച്ചറിന്റെ എവല്യൂഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്ന, ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, പണ്ടൊക്കെ നമ്മൾ ആൾക്കാരുടെ അടുത്ത്, പെണ്ണുങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പം പിള്ളേരെല്ലാവരും മാറി വരുമോ. സോ ഇറ്റ്സ് ചേഞ്ചിങ് ത്രൂ ദ മീഡിയ. സോ മാസ്സായിട്ട് അവരുടെ കൾച്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മീഡിയ ലൈക്ക് എന്ന് പറയുന്നത് ഈ കണ്ടന്റ്. അല്ലെങ്കിൽ കണ്ടന്റ് മാത്രമല്ല, വാട്ട് എവർ ദർ ഈസ് ലൈക്ക് വാട്ട് ആർ വി കൺസ്യൂമിങ്. എല്ലാവരും എല്ലാ ദിവസവും കൺസ്യൂം ചെയ്യുന്ന എന്താണ്, ആ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ കൾച്ചറും തന്നെ മാറും. മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പം നമുക്ക് ഒരുപാട് കൾച്ചറെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വി ഓൾവേസ് ലുക്ക് അപ്പ് ടു, ഈവൻ ഇൻസൈഡ് ഓൾ ദ പീപ്പിൾ ഇൻസൈഡ് അവർ കൾച്ചർ ഓൾവേസ് ലുക്ക് അപ്പ് ടു ദ വെസ്റ്റേൺ കൾച്ചർ ആസ് എൻ എക്സാമ്പിൾ, ആസ് എ മോഡൽ. ഓക്കെ, അവിടെ ഉള്ളതെല്ലാം നല്ലതാണ്, അവിടെ ഉള്ളതെല്ലാം നല്ലതാണ്, ഇവിടെ ഉള്ളത് അത്ര നല്ലതല്ല. ഈവൻ ദോ ദേ ആർ ലിവിങ് വിത്ത് ദെയർ കറന്റ് കൾച്ചർ, അവിടെ ഉള്ളതെല്ലാം നല്ലതാണ്. അങ്ങനെ അതാ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. സാങ്കേതിക ടെക്നോളജി ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ളത് ഇവിടെയല്ലേ. അത് വിട്, നീ ടെക്നോളജി മാത്രമല്ല, ഐ വിൽ ആൻസർ ഇറ്റ് ത്രൂ കൾച്ചർ. അതായത് ഈ നമ്മൾ വെസ്റ്റേൺ കൾച്ചർ ഓൾറെഡി അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ല. ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾ, പണ്ട് കാലത്തെ പെണ്ണുങ്ങളുടെ ഡിഫറൻസ് അല്ലെങ്കിൽ കൾച്ചറൽ ചേഞ്ചസ് ആർ ഹാപ്പനിങ് ത്രൂ എ പീരിയഡ് ഓഫ് ടൈം. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു വൺ കൾച്ചർ. സി, ഇതിൽ ഈ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഓബ്വിയസ്ലി ഗുഡ് ആൻഡ് ബാഡ് തിങ്സ് ഉണ്ട്. റൈറ്റ്, യു ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്, റൈറ്റ്? അതിൽ ഏതാണ് ആദ്യം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്? ഈ സിവിക് സെൻസ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിന് പകരം വേറെ എന്തൊക്കെയാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്? ദാറ്റ്സ് വൺ തിങ്. Put that in your mind. And the other thing is, ഈ നെഗറ്റീവ് പോപ്പുലാരിറ്റി കേട്ടിട്ടുണ്ടോ? പോസിറ്റീവ് ഫെയിം ഇസ് ഫെയിം, അങ്ങനെ ഒരു ഇത് പറച്ചിലുണ്ട്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് വേയിലായാലും ഈ ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത് നെഗറ്റീവ് ഈ പബ്ലിസിറ്റിയും കോൺസ്പിറസീസും ഇതുമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ആൾക്കാരുടെ മെൻറ്റാലിറ്റിയാണ്. ആ അഡാപ്റ്റേഷൻ
അതിലേക്കാണ് കൂടുതൽ ലീനിയൻ ആവുന്നത്. യു ക്യാൻ ഗെറ്റ് ലൈക്ക് ഇൻ്റർനെറ്റ് ഈസ് സോ പവർഫുൾ ദാറ്റ് യു ക്യാൻ ഗെറ്റ് എനിത്തിങ്. അതായത് അത്രയും നല്ല കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ്, ബട്ട് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, റൈറ്റ്? ഈ പറഞ്ഞ പോലെ കോപ്രായം കാണിക്കുന്നവന്മാരെയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സെയിം കാര്യം, മറ്റേ നമ്മളെ ബിഗ് ബോസിന്റെ ഡിസ്കസ് ഇല്ല, നെഗറ്റിവിറ്റി. When we talk about adapting good things from this culture, different culture, അത് ഒരു എത്ര വലിയ ഭൂരിപക്ഷമുള്ള ആൾക്കാരാണെങ്കിലും ഇത് ഇവൻച്വലി ഇതിനെ ഓവർടേക്ക് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞതിന് ഉത്തരം പറയണ്ടേ? നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചത് ആദ്യം പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഏതാണ് ആദ്യം അഡാപ്റ്റ് ചെയ്യേണ്ടതെന്നും, രണ്ടാമത് നിങ്ങൾ പറഞ്ഞ അഡാപ്റ്റ് ചെയ്യേണ്ടതെന്നല്ല, ഏതാണ് ആദ്യം അഡാപ്റ്റ് ചെയ്യുന്നത്, ഏതാണ് ആൾക്കാർ അഡാപ്റ്റ് ചെയ്യുന്നത്, ആദ്യം അഡാപ്റ്റ് ചെയ്യുന്നത് എന്താണെന്നും. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറഞ്ഞ ഈ പറയുന്ന സംഭവത്തിൽ നെഗറ്റീവ് പോപ്പുലാരിറ്റിയാണ് സ്പ്രെഡ് ചെയ്യാനുള്ള, നാച്ചുറൽ ആയിട്ട് അതാണ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലെന്നുള്ളത്. ഇതിനുള്ള വളരെ സിമ്പിൾ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സിവിക് സെൻസ് ഒക്കെ ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചൊരു രാജ്യമാണല്ലോ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സിവിക് സെൻസും അതായത് മെറിറ്റോക്രസിയുടെ ഒക്കെ തുടക്കം കുറിച്ച രാജ്യമാണ്. 1800-കളിൽ ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന ഒരാൾ സ്ഥിരീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ പുറത്ത് രൂപീകരിച്ച രാജ്യത്തിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വന്നു. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ ടോപ്പ് 5% ഒരാൾ ആ ലീഡർഷിപ്പ് റോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാൾ ആ ഒരു തലപ്പത്തിരുന്ന് നയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവമൊക്കെ ഒരു 2 ടേം ഒരു 10 വർഷം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, സി and with the help of technology and internet he have at the moment. ഈ 90% ആൾക്കാർക്ക് എന്താ വേണ്ടത്? കംഫർട്ട്, ജീവിത സൗകര്യങ്ങൾ. അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്താ പറയുക സാമ്പത്തിക ഘടനയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുവന്ന് ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി ഈ 90% ആൾക്കാരും സിസ്റ്റത്തിൽ ഹാപ്പിയാണ്. But do they actually want us to be happy in the system? അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ജോർജ് വാഷിങ്ടനെ പോലെ ഒരാൾ വിചാരിച്ച പോലെ നാട്ടിൽ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവത്തിൽ റാപ്പിഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അമേരിക്ക ഈസ് നോട്ട് എ ഗ്രേറ്റ് കൺട്രി. അതായത് ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളിൽ നമ്മൾ പോയിന്റ് വിട്ടു പോവാ. അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നല്ലായിരുന്നോ? അല്ല, അതന്നെ പറയുന്നത്. ഈ നല്ല കാര്യങ്ങൾ ആദ്യം തുടക്കത്തിൽ വന്നു, ഈ പറഞ്ഞ സിവിക് സെൻസ്, ഇതിന്റെ കൂടെ ഒരുപാട് ഓൾസോ കെയിം വിത്ത് ഇറ്റ്. അല്ല, and the culture is adane ഞാൻ പറയുന്നത്, and the culture is made like that because a lot of other shit came after that and with it. and ഇപ്പം ഈ പറഞ്ഞ അമേരിക്കൻ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമാണെന്ന് മൊത്തത്തിൽ നല്ല ഏതാണ് നല്ലതാണോ കൂടുതൽ ചെയ്തതാണോ കൂടുതൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഏതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലും ഫാസ്റ്റ്? അല്ല ആസനെ, അത് ഞാൻ പറഞ്ഞത് ആ ടോപ്പിക്ക് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ മിക്സ് ചെയ്യുന്നു. അത് കാരണം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾ മിക്സ് ചെയ്യുന്ന 2 ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് കൾച്ചറാണ് ബെറ്റർ, അതിൻ്റെ ഉത്തരം ഒരു കൾച്ചറും ഒന്നിനൊന്നും ഭേദമാണെന്നല്ലായിരുന്നു. അതായത് ഈ കൾച്ചറിൽ നല്ല കാര്യങ്ങളുണ്ട്, ആ കൾച്ചറിലും നല്ല കാര്യമുണ്ടെന്നായിരുന്നു അതിൻ്റെ ഉത്തരം. ഇനി ഏത് അഡാപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നിൽ നിന്ന് നയിക്കുന്ന ആള് അയാൾ ഇത് രണ്ടും മനസ്സിലാക്കി അതിൽ നല്ല രീതിയിലുള്ള ഒരു ഇതുള്ള സെറ്റപ്പിലാക്കി എടുക്കുവാണെങ്കിൽ അതായിട്ട് പോവുക. ഓക്കെ, ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ US-ഉം കാനഡ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നമ്മളെക്കാട്ടി മുന്നിലാണ്. സോ വാട്ട് എവർ ദേ ഫക്ക് അപ്പ് ഓർ വാട്ട് എവർ ദേ ഡു റൈറ്റ്, വി ക്യാൻ സീ ആൻഡ് ലേൺ ഫ്രം ദം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിപ്പോൾ ഈ എന്ത് ടെക്നോളജിൻ്റെ ആയാലും കൾച്ചറിൻ്റെ ആയാലും എന്ത് വരുന്ന കാര്യങ്ങളിലാണെങ്കിലും. സോ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടും ഈ പറഞ്ഞ ഇന്ത്യയിൽ ബാഡ് ഷിറ്റ് ഈസ് ഹാപ്പനിങ്, എന്നിട്ടും ആ കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വരുന്നത് ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിലേക്കാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 ടേമിൽ ഇത് മാറ്റിയെടുക്കാമെന്ന് നീ പറയുന്നത് ലൈക്ക് ഇറ്റ്സ് ലിറ്ററലി ലൈക്ക് ഇതൊരു നാച്ചുറൽ വേയിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ ചൈനീസിലെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റിക് ഭരണമായിരിക്കണം, അല്ലെങ്കിൽ നോർത്ത് കൊറിയയിലെ അങ്ങനെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഭരണമായിരിക്കും. അതായത് ഫോഴ്സ്ഫുൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മേ ബി വി ആർ ഫോഴ്സ് ടു ഡു ഇറ്റ്. അതൊരു കൾച്ചറൽ അഡാപ്റ്റേഷൻ ആവില്ല. That will be like forced to follow a rule. ഇല്ല, പറയാൻ പറ്റില്ല അങ്ങനെ.
ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ഓക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളുടെ ഉദാഹരണം എടുക്കാം. ചൈന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു രാജ്യമാണ്, ശരിയല്ലേ? Nobody knows. Nobody knows. Nobody knows. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. സിംഗപ്പൂർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന രാജ്യമല്ലേ? കേട്ടോ സിംഗപ്പൂരിനെ പറ്റി? ഡെമോക്രസി അല്ലേ? എന്തുകൊണ്ടത് അവര് ചെയ്യുന്നു അങ്ങനെ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള കറൻസി ഉള്ള രാജ്യം സിംഗപ്പൂരാ? അല്ല സോറി, ഏറ്റവും കൂടുതൽ രാജ്യമല്ല, ഏറ്റവും കൂടുതൽ പവർ ഉള്ള പാസ്പോർട്ട് ഉള്ള രാജ്യം സിംഗപ്പൂരാ. ഏറ്റവും കൂടുതൽ രാജ്യം, ഏറ്റവും കൂടുതൽ പവർ ഉള്ള പാസ്പോർട്ട്. സോറി മൈ ബാഡ്. വാല്യൂ ഉള്ളത് കുവൈറ്റ്. പിന്നെ അവരുടെ GDP ഭയങ്കര ഹൈ ആടാ. റൈറ്റ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു രാജ്യത്തിനെ ചെയ്യാൻ പറ്റുന്നു? അത് ഓക്കെ, സിംഗപ്പൂരിൻ്റെ കാര്യം എടുക്കാം. ഇറ്റ്സ് എൻ ഐലൻഡ്, ഇറ്റ്സ് എ വെരി ഷോർട്ട് പോപ്പുലേഷൻ. അതൊരു കേരളത്തിലേക്കാളും പോപ്പുലേഷൻ അല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല. കേരളത്തിൽ 4 കോടി ആൾക്കാർ, 3.5 കോടി 4 കോടി ആൾക്കാരുള്ളൂ. 3.5 കോടി. സിംഗപ്പൂർ എന്തോരം ഉണ്ടെന്ന് നോക്കി. മില്യൺ. 56 ലക്ഷം. കേരളത്തിലെ 7/1 പോപ്പുലേഷൻ, 1/7 പോപ്പുലേഷൻ. നമ്മളിപ്പോൾ കേരളത്തിൽ 34 മില്യൺ. 3.5 കോടി. ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇംപ്ലിമെൻറ്റേഷൻ. പറ്റും, റൈറ്റ്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വി കനോട്ട് ചിപ്പ് ഓഫ് സർട്ടൺ, ഈവൻ ഇഫ് ഇറ്റ്സ് ബാഡ് കൾച്ചർ ഓർ ബാഡ് മാനേഴ്സ്. ഇതൊരു റൂട്ടഡ് തിങ് ആണ്. അതിനെ പിഴുതെറിയാന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഇസ് ഹാർഡ്. സുൽത്താൻ ബത്തേരി ജയിലിൽ നിന്ന് ജസ്വൻ പറഞ്ഞ എന്ത്? സുൽത്താൻ ബത്തേരി ടൗൺ ഭയങ്കര ക്ലീൻ ആണ്, അവിടെ ഗാർബേജ് ഒന്നും. ദാറ്റ്സ് എ റൂൾ, ലൈക്ക് സ്ട്രിക്റ്റ് റൂൾ. അപ്പൊ എന്തുകൊണ്ട് ബാക്കിയുള്ള കേരളത്തിൽ മൊത്തം ചെയ്തുകൂടാ? നമ്മൾ മലയാളീസ് അഡാപ്റ്റബിൾ ആണ്, ചേഞ്ചബിൾ ആണ്. ദാറ്റ്സ് ഓൾ. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അപ്പൊ ഇംപ്ലിമെന്റബിൾ അല്ലേ? ലിസൺ ടു മീ ഫുള്ളി. ഓക്കെ, പല പക്ഷേ നിങ്ങൾ ഈ ആർഗ്യുമെന്റ് ഉണ്ടാക്കുമ്പോൾ കൊഹീസീവ് ആയിട്ടുള്ള ടു ദ പോയിന്റ് ആർഗ്യുമെന്റ് പറയണം. ഐ ആം ടെല്ലിങ് യു ദാറ്റ്. പറ. സുൽത്താൻ ബത്തേരിയിൽ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ എം ഫ്രം ദർ, സോ ഐ ക്യാൻ ടെൽ യു വാട്ട്സ് റിയലി ഹാപ്പനിങ് ദർ. അവിടെ എന്നും 5 മണി തൊട്ട് ആൾക്കാരല്ല, ടൗണ് മുനിസിപ്പാലിറ്റി വർക്കേഴ്സ് ടൗണ് ക്ലീൻ ചെയ്യും എന്ന് കരുതി അവിടെ ആൾക്കാർ വേസ്റ്റ് പുറത്തിട്ടില്ല എന്നല്ല. അവിടെയും ആൾക്കാർ വേസ്റ്റ് പുറത്തിടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഇതിനായിട്ട് വർക്കേഴ്സിനെ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് റിയലി എ റൂൾ. റൂളും അങ്ങനെ ഇല്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ പുറത്തിട്ട വേസ്റ്റ് ഇട്ട അങ്ങനെ റൂളില്ല. ഇത് ഇറ്റ്സ് ലൈക്ക് ജോബാണ്, അത് ക്രിയേറ്റ് ചെയ്ത ജോബാണ്. മുനിസിപ്പാലിറ്റീൻ്റെ തന്നെ അവിടെ കൂടുതൽ ഫണ്ടിങ് കൊടുത്തു, കൂടുതൽ വർക്കേഴ്സിനെ ഹയർ ചെയ്തു. എവറി മോർണിംഗ് ഫ്രം 4 to 5 ദേ സ്റ്റാർട്ട് ക്ലീനിങ് ബിഫോർ ഷോപ്സ് ആൻഡ് ഓൾ ഓപ്പൺ, റൈറ്റ്? അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പോലെ ഈവൻ ഇവിടുത്തെ പോലെ കോമൺ വേസ്റ്റ് ബാസ്ക്കറ്റ്സ് അങ്ങനെ ഓർഗാനിക് സെപ്പറേഷൻസ് ഒന്നും അവിടെ ഇല്ല. പക്ഷേ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ വർക്കേഴ്സിനെ വെക്കുന്നു, അവര് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, പക്ഷെ സാധാരണക്കാരന് ഇതൊന്നും ഇടാനുള്ള ഗാർബേജ് ബിന്നോ കാര്യങ്ങളൊന്നും ദൃശ്യത്തിലില്ല. അവിടെ ഈ പറഞ്ഞ പോലെ അതായത് ഈ വർക്കേഴ്സിനെ വെക്കുന്നതിനും ഭേദം സ്വന്തം കടേൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഏരിയൻ്റെ മുമ്പിൽ അവർക്ക് ക്ലീൻ ചെയ്തുകൂടാ, റൈറ്റ്? അങ്ങനൊരു ഇത് കൊടുക്കാം, അല്ലെ അറ്റ്ലീസ്റ്റ് പറയാം, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് തോന്നണം. അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. സ്ട്രീറ്റ് പോസ്റ്റിൽ ക്യാമറ വെച്ചിട്ട് മോണിറ്ററും ചെയ്യാൻ വേണമെങ്കിൽ എക്സ്റ്റൻസീവ് ആയിട്ട് പോയില്ലെങ്കിൽ
പോലീസിന് ഒരു എക്സ്ട്രാ ടാസ്ക് ഇവിടെ ഈ ലോൺ വെട്ടിയില്ലെങ്കിൽ പൈസ ഈടാക്കുന്ന പോലെയൊക്കെ തന്നെ നെയ്ബേഴ്സിന് ഈ കടക്കാരൻ ചെയ്യുവാണെങ്കിൽ അടുത്ത അയലക്കത്തെ കടക്കാരൻ ചെയ്തില്ലെങ്കിൽ ആ കടക്കാരനെതിരെ, കാരണം ഈ കടക്കാരന്റെ മുറ്റത്ത് കിടക്കുന്ന പൊടിയും മറ്റേ കടക്കാരന് മുന്നിലോട്ട് പോകുമല്ലോ, ഈ കടക്കാരൻ ക്ലീൻ ആക്കിയില്ലെങ്കിൽ മറ്റേ കടക്കാരന് കംപ്ലൈന്റ് ചെയ്യാനുള്ള ആ രീതിയിൽ ഇവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ. എന്റെ വീട്ടിലെ കാട് കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാരനെ എനിക്കെതിരെ മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുക്കാം. കേസ് കൊടുത്താൽ അത് ആക്ഷൻ എടുക്കുന്ന പ്ലാറ്റ്ഫോമും ഉണ്ട്. അപ്പൊ പഞ്ചായത്ത് ഓഫീസിലെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അങ്ങനെ പല രീതിയിൽ ഇത് ഇംപ്ലിമെന്റബിൾ അല്ലേ? ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. അതുമുണ്ട്. ഈ ഗാർബേജ് ബിന്നിന്റെ ദൃഷ്ടിയിൽ വെക്കാം, അത് എൻഫോഴ്സബിൾ ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത് ആരാ? ഒരു നാട്ടിലെ ഗവൺമെന്റ്. ഇതിന് ഈ പറഞ്ഞ പോലെ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് റവന്യൂ കാര്യങ്ങളും വേണ്ടേ? റവന്യൂ ജനറേറ്റ് ചെയ്യണ്ടേ? റവന്യൂ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അതല്ലേ നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞത്. രണ്ട് ടേമില് പണി അറിയാവുന്ന ഒരാള് വേണം ഇത് നടത്താൻ. അതായത് അവർക്കൊരു ടീമുണ്ടല്ലോ, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള, ഇങ്ങനെ പറയുന്ന ഓരോ തസ്തികയിലും ഇരിക്കുന്ന ആൾക്കാർ അവരുടെ പണികൾ വൃത്തിയായിട്ട് ചെയ്യണം. അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിവുള്ളവരെ ജനം തിരഞ്ഞെടുക്കണം. അങ്ങനത്തെ റോഡുകളുള്ള ആൾക്കാർ തന്നെ. അതിന് ഞാൻ പറയുന്നത്, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ ഈ പറഞ്ഞ ജോർജ് വാഷിങ്ടണിനെ പോലെ അതുപോലെ നല്ല നേതാക്കളെ പോലെയുള്ളൊരു വിഷനുള്ളൊരു നേതാവ് റൈറ്റ് ആറ്റിറ്റ്യൂഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 2 ടേം ഭരിച്ചു കഴിഞ്ഞാൽ, അതായത് 10 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സംഭവങ്ങളിൽ എല്ലാം ഇംപ്ലിമെൻ്റ് ആയ ഒരു പെർഫെക്റ്റ് സൊസൈറ്റി ഒന്നും ആയില്ലെങ്കിലും കുറേയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അത് ഈ നീ പറഞ്ഞ പോലെ 2 ടേമിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഈസി വേ അല്ല അത്. അതായത് ഇറ്റ് ടേക്സ് ടൈം. അത് ഞാൻ പറയുന്നതിന്റെ കാരണം ഇനീഷ്യലി പറഞ്ഞ പോയിന്റ് നിങ്ങൾ വ്യതിചലിച്ചു. ഇനീഷ്യലി നിങ്ങൾ പറഞ്ഞത് റെക്കോർഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. ഇപ്പം നിങ്ങൾ പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. എടാ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ല, ഞാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ റെക്കോർഡ് വേണമെങ്കിൽ നമുക്ക് പിന്നെ കഴിഞ്ഞിട്ട് നോക്കാം. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇറ്റ് ടേക്സ് ടൈം. ആ ഒരു ജനറേഷണൽ പീരീഡ് എടുക്കും. ഒരൊറ്റ ഇൻസ്റ്റൻസിലല്ല. ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞ ഇതാ, ഒരു വൈഡ് വ്യൂ നോക്കാനാണ് ഞാൻ പറഞ്ഞത്, ബ്രോഡായിട്ട് ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഒരു ഇൻസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു ഒറ്റ ടേമിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. അതായത് ഇറ്റ് ടേക്സ് ടൈം. അതൊരു ജനറേഷണൽ ടൈം എടുക്കും. ചിലപ്പോൾ ഒരു ടൈം എത്ര 5 വർഷം. സോ 10 years പോട്ടെ. ഒരു ടേം 2 ടേം പോട്ടെ. 2 ടേം ഞാൻ നേരത്തെ പറഞ്ഞു. 3 ടേം 15 years കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആൾക്കാർക്ക് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ, അത് കൾച്ചറിൽ ഓൾറെഡി അഡാപ്റ്റഡ് അല്ലെങ്കിൽ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി അത്രയും കൂടുതലാണ്. അത്രയും ടൈം കൊടുക്കും. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ റൂൾസ് വെക്കാം, റൂൾസ് ബ്രേക്കും ചെയ്യാം. റൂൾസ് ഉണ്ടെന്ന് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് എന്റെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇങ്ങനെ ഒരു റൂൾ ഒറ്റ കാര്യം ഞാൻ അടിയോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ എൻവയറമെന്റ്, ഓക്കെ, റൂൾസ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നാളെ മുതൽ നിങ്ങൾ എല്ലാവരും ഈ റൂൾസ് പാലിക്കണമെന്നല്ല. സോ ദ ഗവൺമെന്റ് ഈസ് സെറ്റിംഗ് അപ്പ് ദ എൻവയറമെന്റ്. സോ ബേസിക്കലി എൻവയറമെന്റ്, ബൈ എൻവയറമെന്റ് വാട്ട് ഐ മീൻ, ആ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള A to C പ്ലാൻ ചെയ്തതിന് ശേഷമേ അങ്ങനെ ഒരു റൂള് നിലവിൽ കൊണ്ടുവരത്തുള്ളൂ. അത് പ്ലാൻ ചെയ്തല്ല, A to Z ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം. അതായത് ആ റൂള് കൊണ്ടുവരുന്ന ഫ്രം day 1 they need people to follow the rule. ആൾക്കാർക്ക് ഇത് ഫോളോ ചെയ്യണമെങ്കിൽ we need a system. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് റൂൾസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ now we can easily follow it through the system. ഗാർബേജ് ബിന്ന് വെക്കുന്നു, ഗാർബേജ് ബിന്നിൽ വേസ്റ്റ് ഇടുന്നവരെ പിടിക്കാനായിട്ട് എല്ലാ അരമണിക്കൂറിലും ഒരു ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ആ സംഭവങ്ങളും അതിൽ കൊണ്ടുവരിക. പക്ഷേ ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്കൊന്ന് തിരിച്ചു പോവാം. നമ്മൾ ഇനീഷ്യലി ആർഗ്യൂ ചെയ്ത അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്ത ടോപ്പിക്ക് ഇംപ്ലിമെൻറ്റബിൾ ആണോ വേഴ്സസ് ഇംപ്ലിമെൻറ്റബിൾ അല്ലേ എന്നുള്ള ടോപ്പിക്കായിരുന്നു, അല്ലേ? അതിൽ നിന്ന് മാറി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും എന്നൊരു ടോപ്പിക്കിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തി. കൂടുതൽ ടൈം എടുക്കും. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് മാറി, നല്ല ടൈം എടുക്കും. ടോപ്പിക്ക് മാറി.
ഇംപ്ലിമെന്റബിൾ യെസ് ഓർണോ എന്നുള്ള ടോപ്പിക്ക് മാറി ഇംപ്ലിമെന്റബിൾ യെസ് എന്ന് തീരുമാനിച്ചു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത് എന്തോരം